ഇല്ല, കല്യാണവും കളവാണോ ഒന്നുമില്ല. ഇപ്പൊ തന്നെ എല്ലാ അറിവും വെക്കേറ്റ് ചെയ്തേക്ക്. ഉച്ച കഴിഞ്ഞ് ആരെങ്കിലും താമസിച്ചാൽ ഒരു ചില്ലി കാശ് ഞാൻ തരികയില്ല. വേഗം കെട്ടിപ്പറക്കി ഇറങ്ങിക്കോ. നിന്റെ തന്തപ്പടി ഈ പരിസരത്ത് കറങ്ങിയടിച്ച് നടക്കണ്ട്. ഏത് നിമിഷം വേണേലും ഇങ്ങോട്ട് ചാടി കയറി വരാം. വേഗം ഇറങ്ങിക്കോ. നോക്കി നിൽക്കാണ്ട് ചെല്ല്. സോറി. അവന് മുതലാളിയുടെ മോളും. സത്യം പറയടാ, അന്തപ്പൻ എന്തിനാണ് കൊല്ലാൻ നോക്കിയത്? എന്നെ കൊല്ലാൻ ഏൽപ്പിച്ച. നിന്നെ കൊല്ലാനോ? എന്നെ കൊല്ലാനല്ല, തന്നെ കൊല്ലാൻ എന്നെ ഏൽപ്പിച്ച. ആര്? അതെന്റെ പോളിസിയെ ഞാൻ പറയും. നിന്റെ പോളിസി ഞാനെന്ന് ഇടിച്ചു തലക്കൂടം. എന്നെ എത്ര ഇടിച്ചാലും ഞാൻ പറയില്ല. വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചേരാ. കള്ളം പറയുന്നോടാ തെണ്ടി. നീ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാ ഈ ഫോട്ടോ ഇവന്റെ കയ്യിൽ വരുന്നത്? ഒരു ഫോട്ടോയിൽ എന്ത് കാര്യം? എന്റെ വീട്ടിൽ യേശുസിന്റെ ഫോട്ടോ ഉണ്ട് എന്ന് വിചാരിച്ച് യേശുസിനെ കൊല്ലാൻ ഏൽപ്പിച്ച ഞാനാ. ഇതിൽ എന്ത് ന്യായം? ഇപ്പൊ ഉത്തരം മുട്ടിയാ. ഫോട്ടോ മാത്രമല്ല, താൻ കാശും തന്നു. ഞാൻ എപ്പോഴാണ് നിനക്ക് കാശ് തന്നേ? സമയം ഞാൻ കുറിച്ചിട്ടിട്ടില്ല. ഇയാള് കാശും തന്നു. എന്നിട്ട് ഇയാള് പറഞ്ഞു മാല തരുമ്പോ ബാക്കി കാശും തരാമെന്ന്. അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. മാലയെ കൊണ്ടുതരാൻ പറഞ്ഞത് ഇയാളല്ല, ഞാനാ. കാശ് കൊടുത്തയച്ചത് ഞാനാ. എവിടെയാ മാല? ഇപ്പൊ മനസ്സിലായില്ലേ? ഇവനാണ് കൊല്ലാൻ ഏൽപ്പിച്ചത്, ഞാനല്ലാന്ന്. കൊല്ലാൻ? ആരെ കൊല്ലാൻ? താൻ ആരുടെയും അടുത്ത് കാശ് കൊടുത്തിട്ട് മാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മാല വേണമെന്ന് പറഞ്ഞത് കാശ് കൊടുത്തത് ഞാനാ. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇയാളാണോ എനിക്ക് കാശ് വന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ണടയും കോപ്പും ഇല്ലായിരുന്നോണ്ട് കാശ് തന്നവന്റെ മൂഞ്ചി ഞാൻ ശരിക്കും കണ്ടില്ല. കല്യാണം നടത്താതിരിക്കാനുള്ള ഇയാളുടെ പ്ലാനാ ഇതൊക്കെ. കല്യാണം എന്തായാലും നടത്തില്ലെന്ന് മാത്രമല്ല, എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഏത് കാശ്? എന്ത് കാശ്? എവിടെ വെച്ച് എപ്പോ തന്നു? എടാ, നിന്റെ കെട്ടിയോൾക്ക് ഞാൻ കെട്ടിക്കൊണ്ട് കൊടുത്തതാ. അവളോട് എന്റെ കാശ് മര്യാദക്ക് തരാൻ പറ. ഞാനൊന്നും തന്നാണ്ടല്ലോ. ഇയാള് വെറുതെ പറയാട്ടാ. എടോ, നീ നിന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്കി എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ടോ എന്ന്. ഓഹോ, അവൾ ഇയാളോട് കാശ് മേടിച്ചോ? ഇയാൾ അവളെ കാട്ടി പലരോടും കാശ് മേടിച്ചിട്ടുണ്ട്. എന്നോട് വരെ കയ്യും കണ്ണും കാട്ടി കാശ് മേടിച്ചിട്ടുണ്ട്. ഇതിന് ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എവിടുന്നാ? എന്റെ കർത്താവേ, ഇത്രയും വൃത്തികെട്ട ഒരു കുടുംബത്തിലേക്കാണല്ലോ ഞാൻ എന്റെ മോളെ അയക്കാൻ പോയത്. മര്യാദക്ക് എന്റെ കാശ് ഇടണം. എനിക്കൊന്നും മനസ്സിലാവില്ല. എല്ലാം ഞാൻ തെളിയിച്ച് തരണ. പെണ്ണ് പിടിയാ. ഞാൻ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് വരാം. ഇവനെ വിടരുത്. ഇവനെ മാത്രല്ല ഒരാളെ വിടരുത്. ഞാൻ ഇതാ വരുന്നു. ഇതിന്റെയൊക്കെ സത്യം അറിയുന്നവരെ ഒരാളും ഇവിടെ ഇറങ്ങി പോകരുത്. എന്ത് സത്യം അറിയാൻ? ഞങ്ങളുടെ കാശ് വാങ്ങിച്ച് ഞങ്ങളുടെ കയ്യിലോട്ട് തരണം. എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ ബന്ധുക്കളുടെ മുമ്പിൽ കൂടെ വലിച്ചെഴുത്തി ചവിട്ടി തൊഴിച്ചു കൊണ്ടുപോകണം. അതിന് അയാളാണ് കൊല്ലാൻ ഏൽപ്പിച്ചതെന്നുള്ളതിന് മതിയായ തെളിവുകളൊന്നും ഇല്ലല്ലോ. അവന്റെ പേര് തന്റെ ഈ സ്ട്രോങ് ആയിട്ടൊരു കേസില്ലേ, വണ്ടിച്ചെക്ക് കേസ്. അത് ഇയാളാണോ? താനോട് അന്വേഷിച്ചു വന്ന KT മാത്യു ഇല്ലേ, അത് ഈ തെണ്ടിയാണ്. എന്നാ ഞാൻ അവനെ വിടുന്ന പ്രശ്നമില്ല. മോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ മച്ചമ്പിയാ. ഞങ്ങളുടെ അടുത്തൊരു ഗോഡൌണിലുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഇടതോട് തിരിഞ്ഞാൽ മതി. ഒറ്റ വഴിയാ. ഗോഡൌണിലാ? ഞാൻ എത്തിക്കഴിഞ്ഞു. റൂം കാലിയാക്കിയിട്ട്. മാല? ഏത് മാല? ആരുടെ മാല? അമ്മയുടെ മാല. അത് അമ്മ ചത്തപ്പ കൂടെ കുഴിച്ചിട്ട്. മര്യാദയ്ക്ക് മാല എന്നല്ലെങ്കിൽ നിന്നെയും കുഴിച്ചോടും ഞാൻ. എന്തൊരു കഷ്ടമാണ്. എന്റെ കൊലപാതക ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഒരുത്തം പറയുന്നു അവനാണ് കാശ് തന്നത്, മറ്റൊരുത്തം പറഞ്ഞു ഇവനാണ് കാശ് തന്നത്. സത്യത്തെ ഏത് ചെട്ടനാണ് ഈ കാശ്? മാല ഇന്ന് കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എന്നാ പിന്നെ എന്നെ കൊല്ലുന്നതിന് വരും താൻ നേരിട്ട് പോയി അയാളെ കൊന്നിട്ട് അയാളുടെ കഴുത്തിൽ നാ മാലയൊക്കെ എടുത്താ പോരെ? ചുംബയും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന അല്ല, നിങ്ങളൊക്കെ ആരാ? ഇടിക്കരുത്, ഇടിക്കരുത്. മാലയല്ലേ വേണ്ടത്? ഞാൻ തരാം. ഇത് ഞാൻ ഇതെന്റെ അമ്മയുടെ കാശാ. നിന്റെ അമ്മയുടെ കാശാ? എന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. ഇത് എനിക്ക് അവകാശപ്പെട്ടതാ. ഞാൻ തരില്ല. സെന്റിമെന്റുകൾ ചവിട്ടിപ്പൊളിക്കും ഞാൻ. ഇവിടെ പോയി കിടക്കുക. ഓടിക്കോ. നമ്മുടെ മോളെ ആരോ പിടിച്ചോണ്ട് പോയി. കർത്താവേ, അതും ആ മാത്തച്ഛന്റെ ആള് തന്നെയായിരിക്കും. വേഗം വേഗം. എന്റെ കാശും കൊണ്ടാണ് ഓള് പോയത്. ഒന്ന് വിട്, ഞാൻ പാതി നിനക്ക് തരാം. പറ്റിക്കരുതാ. എന്നാ പിടിച്ചിരുന്നു. മണി, മാലയുടെ കാര്യമൊക്കെ ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ശരിയാവും. ഈ നിമിഷം സ്ഥലം വിട്ടില്ലേ കാര്യങ്ങളൊക്കെ വഷളാവും. എന്താ? എടാ,
ഞാനല്ല എന്റെ മയച്ചൻ ഇളന്നിന്റെ അമ്മയച്ചൻ അയ്യോ ഞാൻ ഇയാളെ എന്ന മാല കൊടുക്കുന്ന പറഞ്ഞ അഡ്വാൻസ് വെച്ചു അയാളുടെ കൂടെ സ്കൂൾ വിട്ട പോലെ ആൾക്കാരുണ്ട് ഓടിക്കോട്ടോ. ഞാൻ എപ്പോഴും ഓടി കേറിക്കോടിയായി. ഞാനിപ്പോ കാറി കയറുമ്പോ കണ്ടല്ലേ ഇതേ വിളിച്ച പാട്. ആ അമ്പലത്തിൽ പോണേരിക്കും നീ ഇവിടെ ഇരിക്കണ പിന്നെ അവന്മാർ തട്ടിക്കൊണ്ടു പോയത് ആരാണ്? അവസാനം ഒന്നും ഒരു ലഗേജ് ഉണ്ട്. പ്രിൻസ് ഇതേ വഴി തെറ്റിന്ന് തോന്നണേ. വഴി തെറ്റിയെന്നല്ല നീ പറയുമ്പോ വഴി പിഴച്ചു അതൊക്കെ ഞാൻ തരാന്ന്. അത് എന്നിട്ട് ആ ചോപ്പ് കുപ്പായിട്ട് സൈത്താൻ ഒളിച്ചല്ലോ പറ്റി. ഇത് ഫസ്റ്റ് ടൈം ഇവിടെ ഇങ്ങനെ പോണേ. ഒരാള് മനങ്ങരുത്. പള്ളി പെരുന്നാൾക്ക് വെക്കണ കളിത്തോക്കല്ല ഇത്. കാണണോ പവറ്? മോളെ മാലേ ഒറ്റ അനങ്ങി പോവരുത്. കൊന്നു കാറ്റ് കളയും ഞാൻ. മാത്തത്തിന്റെ അടുത്ത് കളിച്ചവരൊന്നും ഇതുവരെ കളി ജയിച്ചു പോയിട്ടില്ല. കാശും തന്ന് കല്യാണം നടത്താതെ ഒരെണ്ണത്തിനും ഞാൻ വിടില്ല. എന്റെ വൈഫിനെ കണ്ടാ പറയും അവിടെ ബോധം കെട്ടിയെടുക്കാന്ന്. മരിക്കാൻ നേരത്ത് നിനക്ക് കാമാണല്ലേ പന്നി. ഒരാള് മാറിപ്പോയി. എന്റെ പൈസ വെച്ചിട്ട് വളരെ അയ്യോ ഇന്നിവിടെ ഞാൻ കൊല്ലും. പരശുരാമനെ ശവം